ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണത്തിന് വഴിത്തിരിവ്. ആദ്യ പോയിന്റിലെ കുഴിയിൽ നിന്ന് ID കാർഡുകളും വസ്ത്രം, ബാഗ് എന്നിവ കണ്ടെടുത്തു. സ്ഥലത്ത് കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇന്ന് ഏകദേശം 6 മുതൽ 13 വരെയുള്ള ഇടങ്ങളിലാണ് ഇന്ന് പരിശോധന നടക്കുക. കഴിഞ്ഞ ദിവസം ഇന്നലെയുമായി 5 ഇടങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ആദ്യത്തെ കുഴിയിൽ നിന്നാണ് നമുക്ക് ID കാർഡുകളും വസ്ത്രവും ബാഗും ലഭിച്ചത്. ഇന്നത്തെ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഒരു നിർണായക വാർത്തയാണ് ആദ്യ കുഴിയിൽ നിന്ന് ബ്ലൗസുകളും ബാഗുകളും രേഖകളും കിട്ടി എന്നുള്ളത്. അതിന് പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതായത് ഈ 2009 ഗംഗോത്രി ലോഡ്ജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മി എന്ന പെൺകുട്ടിയുടേതാണ് ഇത്തരത്തിൽ ഈ രേഖകൾ എന്നാണ് പ്രാഥമിക അനുമാനം. അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷ്മിയുടെ ബാഗുകളും രേഖകളും എങ്ങനെ ആ കുഴിയിലെത്തി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായക നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കേരള വിഷൻ ന്യൂസാണ് ആദ്യമായി ഈ കുഴിയിൽ നിന്ന് ഈ വസ്തുക്കൾ ലഭിച്ച വിവരം പുറത്തെത്തിച്ചത്. ഈ കേസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഗൗരവപൂർണമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. രേണുക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വരെ 5 പോയിന്റുകളിലെ പരിശോധനയാണ് പൂർത്തിയാക്കിയത്. ഈ 5 സ്ഥലങ്ങളിൽ പരിശോധന പൂർത്തിയാക്കുമ്പോൾ കാര്യമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും നിർണായകമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല, ഒരു ഔദ്യോഗിക സംവിധാനത്തെ മറികടക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ തറപ്പിച്ച് പറയാത്തത്. പക്ഷേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ 4ാമത്തെ കുഴിയിൽ പോയിന്റിൽ നിന്നും 3ാമത്തെ പോയിന്റിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിശോധനകൾ ശക്തമാക്കിക്കൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 6ാമത്തെ പോയിന്റിൽ ഇപ്പോൾ പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7ഉം 8ഉം 9ഉം 10ഉം 11ഉം പോയിന്റുകൾ എന്ന് പറയുന്നത് പുഴയിൽ നിന്ന് അല്പം മാറി ദേശീയപാതയോട് ചേർന്ന പ്രദേശങ്ങളാണ്. ഇത് വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് പ്രകടമായ രീതിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി അന്വേഷണ സംഘവും ശുചീകരണ തൊഴിലാളിയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മംഗലാപുരത്ത് ഒരു ഹെൽപ്പ് ഡെസ്കും കൂടി ആരംഭിച്ചിട്ടുണ്ട്. പരാതികൾ രഹസ്യമായി അറിയിക്കുന്നതിനും സാക്ഷിമൊഴികളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഖത്തറി പാർക്കിന് സമീപത്തുമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് ഇത്തരത്തിലുള്ളൊരു സൗകര്യം ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില തീവ്ര ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തുന്നു. അതായത് SIT അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് തീവ്ര ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ തീവ്ര ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശ്രീരാമസേനയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചിക്കമംഗളൂരിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സമരസമിതി പ്രവർത്തകർ. അതായത് SITയുടെ അന്വേഷണം 100% ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തീവ്രമായ രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ അനവസരമായ പ്രസ്താവനകൾ ഉന്നയിക്കുന്നത്? ഇത് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും സമരസമിതി പ്രവർത്തകർ ഈ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് അറിയിച്ചിട്ടുള്ളത്. പരിശോധന ഇന്നും അല്പസമയം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 6ാമത്തെ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നടക്കുക. 6ഉം 7ഉം ഭാഗങ്ങൾ ഈ പുഴയോട് ചേർന്ന ഭാഗങ്ങൾ തന്നെയാണ്. 8 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ തീർത്തും വനമേഖലയിൽ റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ
ഈ പ്രദേശത്ത് നിന്ന് പ്രകടമായ വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കുഴിയെടുക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ പ്രവേശനമില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ സ്ഥലത്തേക്ക് പ്രവേശനം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിൽ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ 8 മുതലുള്ള ഭാഗങ്ങളിൽ അത് റോഡിൽ നിന്ന് നോക്കിയാൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യതയാർന്ന വിവരം ഈ 8 മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഭാഗത്ത് നിലവിൽ ഇതുവരെ പോലീസിന്റെ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഗതാഗത കുരുക്കുകളൊക്കെ ഇതൊരു ദേശീയപാതയുടെ ഓരത്താണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് ഈ റോഡിന്റെ വശങ്ങളിലുള്ള കുഴിയെടുക്കൽ പോലും ചിത്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹ കഥകൾ പ്രചരിപ്പിക്കരുത് എന്ന് മാധ്യമ പ്രവർത്തകർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കുഴിയെടുക്കുന്ന സംഘത്തിൽപ്പെട്ട ആരും തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും തന്നെ തൊഴിലാളികളാരും തന്നെ മാധ്യമ പ്രവർത്തകരുമായി ഒരു വിവരങ്ങളും പങ്കുവെക്കരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് DGP നൽകിയിരിക്കുന്നത്. ഇന്നലെ DGP സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധനകൾ വിലയിരുത്തിയിരുന്നു, അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കുഴികളിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പൊതുജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരിക്കും. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ഒരു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കേണ്ടത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ചില വസ്തുതകൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടാതിരിക്കുന്നത്. പക്ഷേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 14 മുതലുള്ള സ്ഥലങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടയാളപ്പെടുത്തിയത് 13 സ്ഥലങ്ങളാണ്. 14ഉം 15ഉം സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ, അതായത് ഉന്നതനായ ഒരു വ്യക്തിയുടെ എസ്റ്റേറ്റ് സ്ഥലമാണ്. ആ സ്ഥലത്ത് കയറി ഇത്തരത്തിൽ കുഴിച്ച് പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ആ അനുമതിക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം കാത്തു നിൽക്കുകയാണ്. അത്തരത്തിൽ ഇത് പുഴയോരത്ത് മാത്രമല്ല, റോഡിന്റെ അരികിൽ മാത്രമല്ല, ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ പോലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വാക്കിൽ നിന്നും മൊഴിയിൽ നിന്നും പ്രകടമാകുന്നത്. എന്തായാലും കർശനമായ പരിശോധനയുമായി ഗൗരവപൂർവമായിട്ടുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്, പരമാവധി പരാതികൾ സ്വീകരിക്കുന്നുണ്ട്, രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. 100% സത്യസന്ധവും 100% സംതൃപ്തി ഉളവാക്കുന്ന അന്വേഷണമാണ് എന്നാണ് ഈ സമരസമിതി പ്രവർത്തകർ കേരള വിഷൻ ന്യൂസിനോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. എന്തായാലും ഇന്ന് 6 മുതൽ 13 വരെയുള്ള ഇടങ്ങളിൽ വളരെ നിർണായകമായ തെളിവുകളാണ് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രഹസ്യാത്മകമായി തന്നെ ഈ ഒരു വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥരും വയ്ക്കുന്നതാണ്. മാധ്യമങ്ങൾക്ക് ആ ഒരു പ്രദേശത്ത് ഉറപ്പായും എന്തായാലും വിലക്ക് കാരണം അത്രയും ഗുരുതരമായുള്ളൊരു വിഷയമാണ്. കനത്ത സുരക്ഷയിൽ പരിശോധന നടത്തേണ്ട ഒരു വിഷയം കൂടിയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണത്തിന് വഴിത്തിരിവ്. ആദ്യ പോയിന്റിൽ കുഴിയിൽ നിന്ന് ID കാർഡുകളും അതോടൊപ്പം തന്നെ വസ്ത്രം, ബാഗ് എന്നിവ കണ്ടെടുത്തിരുന്നു. പരിശോധന കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. വനത്തോട് ചേർന്നും ദേശീയപാതയുടെ സമീപത്തായുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.